നിയമങ്ങൾ ധാരാളം, പോലീസും ധാരാളം. ബാക്കിയൊരാളുടെ ഫ്രീഡത്തിൽ കടന്നു കയറി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീഡം സൊസൈറ്റിക്കില്ല. ഒരു സ്വയം വിചാരണയാണ് അവിടെ നടത്തുന്നത്. ശരിക്കും പറഞ്ഞ സിസ്റ്റത്തിലാണ് കറക്ഷൻ സംഭവിക്കുന്നത്. നിയമം കയ്യിലെടുക്കുന്ന അക്രമകാരികളായ ആൾക്കൂട്ടങ്ങൾ എന്തെങ്കിലും കുറ്റം ആരോപിച്ച് നിരപരാധികളെ തല്ലുകയും കൊല്ലുകയും ചെയ്യുന്ന ഭീകരപ്രവണത നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്നു. ഒരാണും പെണ്ണും കൈകോർത്തു നടന്നു പോയാൽ സദാചാര പോലീസ് ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധതയും കുറെ നാളായി നമ്മുടെ സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ ക്രമസമാധാന സംരക്ഷണത്തിന് പോലീസുണ്ട്, അക്രമികളെ ശിക്ഷിക്കാൻ കോടതികളുമുണ്ട്. എന്നിട്ടും ആൾക്കൂട്ടങ്ങൾ അഴിഞ്ഞാടുന്ന ഈ സ്ഥിതി എങ്ങനെയുണ്ടായി? നിയമങ്ങൾ ധാരാളം, പോലീസും ധാരാളം. എന്നിട്ടും സ്വയം പ്രഖ്യാപിത പോലീസും ജഡ്ജിമാരും നമ്മെ സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. എന്താണ് പ്രതിവിധി? നമ്മൾക്ക് പൊതുജനങ്ങളോട് ചോദിക്കാം. ആൾക്കൂട്ട ആക്രമണങ്ങൾ ന്യായീകരിക്കാൻ കഴിയുമോ? ഇല്ല, അത് തെറ്റ് തന്നെയാണെന്നാണ് എൻ്റെ നിലപാട്. പാടില്ല, കാരണം നമ്മളെ പോലെ തന്നെയാണല്ലോ അവരും. ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. കാരണം ഇപ്പം പല സാഹചര്യങ്ങളിലും പല പബ്ലിക്കിൻ്റെയും ഇടയിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യമേ അവിടെ നിയമപരമായിട്ടുള്ള നടപടികൾ മുന്നോട്ട് പോകാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ലെന്ന് നമുക്ക് പറയാം. ഇപ്പം പോലീസ് ആയിക്കഴിഞ്ഞാലും, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരുടെ കാര്യത്തിലായി കഴിഞ്ഞാലും, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക പൊതുപ്രവർത്തകരുടെ കാര്യത്തിലായി കഴിഞ്ഞാലും അവരെ ഇടപെടൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നടന്നേക്കണമെന്നില്ല. അല്ല, ഇത് ന്യായീകരിക്കപ്പെടുന്ന ഒരു കാര്യമല്ല. കൂടുതലും ആൾക്കൂട്ട ആക്രമണം ബാധിക്കുന്നത് സാധാരണക്കാരാണ്. ഹൈ ക്ലാസ് പീപ്പിളിനെ ഇത് ബാധിക്കുന്നില്ല. സാധാരണക്കാർ ഒരു ചെറിയ കുറ്റം ചെയ്താലും അത് ഇവരെ കൂടുതലും ബാധിക്കുന്നുണ്ട്. ആൾക്കൂട്ട ആക്രമണത്തിൽ ഒരാളെ കൊല്ലുക, നിയമവ്യവസ്ഥ കയ്യിലെടുത്ത് കൊല്ലുക എന്ന് പറയുന്നത് ഒരു തെറ്റാണ്. നിയമവ്യവസ്ഥ ശരിയായി കൈകാര്യം ചെയ്യപ്പെടുന്നില്ല. പോലീസിലുള്ള വിശ്വാസം അല്ലെങ്കിൽ കോടതിയിലുള്ള വിശ്വാസം അത് നഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ ആളുകൾ നിയമം കയ്യിലെടുക്കാനായിട്ട് മുതിരുന്നതെന്നുള്ള ഒരു കാരണം. പിന്നെ ജനക്കൂട്ടത്തിൻ്റെ തീരുമാനം അതൊരു വൈകാരികമായിട്ട് പലപ്പോഴും മാറിപ്പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവത്തിലേക്ക് കടന്നു പോകുന്നത്. പോലീസിൻ്റെ ഒരു വീഴ്ച എന്ന് പറയുന്നൊരു കാര്യം ഓൾറെഡി സംഭവിക്കുന്നില്ല. കാര്യം എന്താ പറയുക, ഇപ്പോൾ നമുക്ക് എന്തൊരു പ്രശ്നം വന്ന് പോലീസിനെ നമ്മൾ ഇൻഫോം ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ സർവീസ് നമുക്ക് കിട്ടും. പക്ഷേ എന്നിട്ടും ഇപ്പം മധുവിൻ്റെയൊക്കെ കേസിലാണെങ്കിൽ അവിടെ പോലീസിനെ ഇൻഫോം ചെയ്യാനോ അല്ലെങ്കിൽ ഓക്കെ ഇതൊരു നിയമത്തിൻ്റെ വഴിക്ക് പോകാനോ അല്ല അവർ ശ്രമിച്ചത്. കട്ടു എന്ന് പറഞ്ഞു, നേരെ പോയിട്ട് അയാൾ ഉപദ്രവിച്ച് കൊന്നു. അല്ലേ? തെറ്റായ കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ അങ്ങനെ തെറ്റാണെന്ന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ പറയാനും പറ്റത്തില്ല. കാരണം അത് എന്തുകൊണ്ട് വരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. ആൾക്കൂട്ട ആക്രമണം ഒട്ടും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം നിയമം കയ്യിലെടുക്കുക എന്ന് പറയുന്നത് എന്ത് തന്നെയാണെങ്കിലും തെറ്റുള്ളൊരു കാര്യമാണ്. അതിനാണ് നിയമം നോക്കാനാണ് ഇവിടെ പോലീസും കോടതിയൊക്കെ ഉള്ളത്. അപ്പം അത് ജനങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൾക്കൂട്ട ആക്രമണം ഒരു എന്താ പറയുക, ഫിസിക്കലായിട്ടുള്ള അസോൾട്ടും അതേപോലെ തന്നെ ഇമോഷണലി ഉള്ള ഹാരാസ്മെൻറ്റും ഒക്കെ ആകുമ്പോഴത്തേന് അതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു സമൂഹത്തിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനോട് പ്രതികരിക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആൾക്കാർക്ക് എപ്പോഴും ഉണ്ട്. പോലീസും നിയമവ്യവസ്ഥതയുമുള്ള ഈ കാലത്ത് എന്തുകൊണ്ട് ആളുകൾ ഇങ്ങനെ ചെയ്യുന്നു? എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ പോലീസ് ഉണ്ടെങ്കിലും കോടതി ഉണ്ടെങ്കിലും ആൾക്കാരൊരു പ്രശ്നം നടക്കുമ്പം അതിന് മുന്നോട്ട് ചിന്തിക്കാതെ അപ്പോൾ അവർക്ക് തോന്നുന്ന വികാരം എന്താണോ അത് പ്രകടിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകുന്നതാണ് എൻ്റെ അഭിപ്രായം. ആൾക്കൂട്ട ആക്രമണങ്ങൾ നേരിടുന്നവർ മിക്കവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലങ്ങളിൽ ഒന്നിൽ ഫൈനാൻഷ്യലി താഴ്ന്നു നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഈ ജാതി സംബന്ധമായി അതില്ല എന്ന് പറയുന്നെങ്കിലും അതുള്ളത് കൊണ്ട് തന്നെ, അത് മനുഷ്യരുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് ഈ താഴ്ന്ന ജാതിക്കാരെന്നുള്ളവരെയാണ് കൂടുതൽ ഈ ആക്രമണങ്ങൾക്ക് ഇരയാക്കപ്പെടാറുള്ളത്. ഈ കേരള സംസ്ഥാനത്തിലുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടും. ഗവൺമെൻറ്റിലുള്ള, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള, അല്ലെങ്കിൽ നമ്മളെ സംരക്ഷിക്കേണ്ടവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് രണ്ടാണെന്ന് തോന്നുന്നു. ഗവൺമെൻറ്റിലുള്ള വിശ്വാസവും പോലീസിലുള്ള വിശ്വാസവും രണ്ടാണ്. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്നതിലുള്ള വീഴ്ച അവരുടെ ഭാഗത്തു നിന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പോലീസും ജുഡീഷ്യറിയും അവരുടെ കടമകളെ ശരിക്കും ചെയ്യുന്നില്ല. ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. അവർ റൈറ്റ്സൊക്കെ ഫോളോ ചെയ്തും റൈറ്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരുടെ ഡ്യൂട്ടി അവർ തന്നെ ചെയ്യുവാണെങ്കിൽ പ്രശ്നമൊന്നും വരത്തില്ല. ഇപ്പോൾ ഒരാൾക്ക് മറ്റൊരാളെ ആക്രമിക്കാനുള്ള ഒരു അവകാശമില്ല. അങ്ങനെ ആയിട്ടും സാധാരണക്കാരെ ഇത് ഒത്തിരി ബാധിക്കുന്ന രീതിക്കാണ് ഈ ഗവൺമെൻറ് ആക്ഷനൊക്കെ വരുന്നത്. ഇത് കൂടുതൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് സാധാരണ പീപ്പിൾക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇത് ചെയ്യുന്നവരെ ശിക്ഷിക്കണം എന്നാണോ? അതെ, ഉറപ്പായിട്ടും ശിക്ഷിക്കണം. ശിക്ഷിക്കപ്പെടേണ്ടതാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം. തീർച്ചയായും
കാരണം അത് പെരുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാരണം നമുക്കിവിടെ കോടതികളും പോലീസുകളും ഒക്കെ അതിനാണല്ലോ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ശിക്ഷിക്കാനാണ് കോടതികളുള്ളത്. തീർച്ചയായിട്ടും 100% ശിക്ഷിക്കണം. കാരണം ആർക്കും നിയമം എടുത്ത് ഒന്നെങ്കിൽ അവർക്ക് പഠിച്ച് PSC ഒക്കെ എഴുതി പോലീസ് ആവാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറിയതിന് ശേഷം വേണമെങ്കിൽ നിയമം എടുത്ത് യൂസ് ചെയ്യാം. അതല്ലാതെ വേറെ ഒരു മനുഷ്യർക്കും മറ്റൊരാളുടെ ഫ്രീഡത്തിൽ കയറി കൈ വെക്കാനുള്ള അവകാശമില്ല. അതിനാണ് നമുക്കൊരു പോലീസ്, ഒരു നിയമവ്യവസ്ഥയുള്ളത്. സോ അതിനെ ആ ഒരു വഴിക്ക് തന്നെ വിടുക, അല്ലാത്തൊരു 100% ശിക്ഷിക്കുക തന്നെ വേണം. ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ ശിക്ഷിക്കണം. വേണ്ടത്ര നടപടി വേണ്ടത്ര സമയത്ത് എടുക്കാത്ത കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പം ആ സമയത്തിന് കറക്റ്റ് നടപടികളൊക്കെ എടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അതിനെതിരെ ഇപ്പോഴും നടപടികൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കലായിട്ടുള്ള അസോൾട്ടും ഒക്കെ ഉണ്ടാകുമ്പോഴത്തേന് നടപടികൾ ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ തന്നെ ചെയ്യണം. പക്ഷേ ഈ പറഞ്ഞ പോലെ അനീതി ഉണ്ടാകുന്നതിന് പ്രതികരിക്കുന്ന ആൾക്കാരെ നമ്മൾ താഴ്ത്താൻ പാടില്ല. അവിടെയാണ് നമ്മൾ രണ്ട് രീതിയിൽ ചിന്തിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ശിക്ഷിക്കുക എന്നതിലുപരി നമ്മുടെ സിസ്റ്റം ഒന്ന് മാറിയാൽ തന്നെ ഇങ്ങനത്തെ ഒരു സാഹചര്യം പോലും ഉണ്ടാവില്ല. ഇപ്പോൾ ഡിനൈഡ് ജസ്റ്റിസ് എന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ നമ്മൾ മധുവിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് 2018 കേസാണ്. അപ്പോൾ ആ ഒരു സമയത്ത് 7 വിറ്റ്നസ് വരെ ഉണ്ടായിരുന്നു. പിന്നെ ആ കേസ് നടന്നു വന്നപ്പോൾ വിറ്റ്നസ്സുകളില്ല. ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തു അവരെ, എന്നിട്ട് പല വാഗ്ദാനങ്ങൾ നൽകി. ആളുടെ പെങ്ങളെ വിളിച്ചിട്ടാണെങ്കിലും പറഞ്ഞു വീട് വെച്ച് തരാം. അപ്പം അങ്ങനെ കേസുമായിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു മാനസികാവസ്ഥ ആ കുടുംബത്തിനോ അതുപോലെ തന്നെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഉറച്ചു നിൽക്കാൻ വിറ്റ്നസ്സിനോ പറ്റുന്നില്ല. എങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിന് ഇരയാക്കപ്പെടുന്നത്? ഒരു പക്ഷം വേണമെങ്കിൽ അങ്ങനെ പറയാം. നമുക്ക് ഇപ്പം പല പ്രശ്നങ്ങളും, ഇപ്പോൾ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളും എന്നൊക്കെ വേണമെങ്കിൽ പറയും. മധുവിൻ്റെ ആയാലും ഇപ്പം എന്തിന് വിദേശ രാജ്യങ്ങളിൽ ഒരു ജോർജ് ഫ്ലോയിഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെയും അവിടെയും അങ്ങനെ സോ കോൾഡായിട്ട് പറയുകയാണെങ്കിൽ ഈ താഴ്ന്ന ജാതിയിലോ മതത്തിലോ പെട്ടവരൊക്കെ തന്നെയാണ് ജാതിയിലൊക്കെ പെട്ടവരൊക്കെ തന്നെയാണ് ഇരയാക്കപ്പെടുന്നത്. ആൾക്കാർക്കൊരു മെൻറ്റാലിറ്റി ഉണ്ട്, ട്രൈബലായിട്ടുള്ള ആൾക്കാർ, താഴ്ന്ന ജാതി എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴത്തേന് അതിലേക്ക് എന്താ പറയുക, ക്രിമിനലായിട്ട് കാണുക, അതിൻ്റെ കുറ്റവാളിയായിട്ട് പെട്ടെന്ന് ചിത്രീകരിക്കുക എന്നുള്ളൊരു പ്രശ്നം ആൾക്കാർക്കുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പേരിൽ ആൾക്കാരിങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതിന് കൂടുതൽ ഇരയാകുന്നത് സത്യം പറഞ്ഞാൽ ഫിനാൻഷ്യലി ഒട്ടും സെറ്റിൽഡ് അല്ലാത്ത അല്ലെങ്കിൽ ഈ ലോ കാസ്റ്റിൽ പെട്ടുന്ന ആൾക്കാരാണ്. കാരണം പവർലെസ് ആയിട്ടുള്ള ആൾക്കാർ, അവരാണ് ഇങ്ങനെയൊക്കെ ഇരയാക്കപ്പെട്ടാലും പ്രതിഷേധിക്കില്ല എന്നൊരു ഉറപ്പുള്ളത്. അല്ലെങ്കിൽ തന്നെ ഇപ്പം പല കേസുകൾ എടുത്താലും പ്രമാദമായ പല കേസുകൾ, ഇപ്പോൾ സരിതയുടെ കേസുകളാണേലും അതുപോലെ തന്നെ സ്വപ്ന സുരേഷ്, ഇവരൊക്കെ തെറ്റുകാരാണെന്ന് ഏറെക്കുറെ നമുക്ക് എല്ലാവർക്കും നല്ല ധാരണയുണ്ട്. പക്ഷേ അവർക്കെതിരെ ശിക്ഷ എടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ആൾക്കൂട്ട ആക്രമണം അവർക്കെതിരെ നടത്താനൊന്നും പറ്റില്ല. എനിക്ക് തോന്നുന്നു പവറില്ലാത്ത ആൾക്കാരാണ് കൂടുതലും, പവർലെസ് ആയിട്ടുള്ള ആൾക്കാരാണ് എപ്പോഴും ഇരയാക്കപ്പെടുന്നതെന്ന് തോന്നാറുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വലിയൊരു പൊസിഷനിലിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇന്നത്തെ കാലത്ത് കുറച്ച് വിമർശനങ്ങൾ കൂടുതലാണ്. പക്ഷെ അവരെ നേരിട്ടൊന്ന് അടിക്കാനോ അല്ലെങ്കിൽ അവരെ എല്ലാവരും കൂട്ടം ചേർന്ന് ആക്രമിക്കാനോ അവർക്കതിനുള്ള കാര്യമില്ല. അതേസമയം ഒരു സാധാരണക്കാരൻ ഒരു ചെറിയ മിസ്റ്റേക്ക് ചെയ്താലും സൊസൈറ്റിയിൽ അത് വലിയ മിസ്റ്റേക്കായിട്ട് മാറും. ഇതുവരെ നമ്മൾ കണ്ടത് വെച്ച് ഇപ്പം കേരളത്തിലാണെങ്കിൽ മധുവിൻ്റെ കേസും വിശ്വനാഥിൻ്റെ കേസ് വെച്ചിട്ട് സമൂഹത്തിൽ ജാതിപരമായി കുറച്ച് തട്ടിൽ നിൽക്കുന്നെന്ന് മറ്റുള്ളവർ ചിന്തിക്കുന്ന ആൾക്കാർക്കാണ് എപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഇത് നിരോധിക്കാൻ ഒരു നിയമം വരേണ്ട ആവശ്യമുണ്ടോ? ശിക്ഷിക്കാൻ വേണ്ടിയുള്ള നിയമമുണ്ട്. നമ്മുടെ ഭരണഘടന കുറവെന്ന് പറഞ്ഞാൽ ഇത് ഫേവറിസം വരുന്നതുകൊണ്ടാണ്. അതായത് എല്ലാത്തിനും നിയമമുണ്ട്. പോലീസ് ഇപ്പോൾ നമ്മൾ ട്രാഫിക് സിഗ്നൽ ബ്രേക്ക് ചെയ്താൽ അതിന് നിയമമുണ്ട്. പക്ഷെ ഞാനൊരു മീഡിയക്കാരനാന്ന് പറഞ്ഞ് എന്നെ അവർ വെറുതെ ഫ്രീ ആയിട്ട് വിടുന്നു. പൊളിറ്റീഷ്യനും കിട്ടും. നിയമവ്യവസ്ഥ ഇല്ലാത്തതല്ല പ്രശ്നം, ഇത് യൂസ് ചെയ്യപ്പെടാത്തതാണ്. അത് പവർഫുള്ളായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ആർജവത്വം ഇല്ലാത്തൊരു ഭരണാധികാരി വർഗം എന്ന് വേണമെങ്കിൽ പറയാം. നിയമം സത്യം പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട്. നിയമത്തിൻ്റെ പ്രശ്നമല്ല. ഇപ്പോൾ നമ്മൾ പോലീസുകാരെ ഇപ്പോൾ വിശ്വനാഥൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൺട്രോൾ റൂമിലിട്ട് 3 തവണ ഈ ഒരു സംഭവത്തിന് മുന്നേ തന്നെ ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നുണ്ടെന്നുള്ള ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും 3 തവണ വിശ്വനാഥൻ വിളിച്ചു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ആവശ്യത്തിന് നിയമങ്ങളുണ്ട്, ഉള്ള നിയമങ്ങൾ പാലിക്കുകയാണ് വേണ്ടത്. നിയമങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ദേഹോപദ്രവം ഏൽപ്പിക്കുക, ഇമോഷണലി ഹരാസ് ചെയ്യുക, അതിനൊക്കെ എതിരെ നിയമങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട്. ആ നിയമങ്ങളൊക്കെ നടപ്പിലാവുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. തീർച്ചയായും തോന്നുന്നുണ്ട്. കാരണം ആൾക്കൂട്ട നിയമത്തിനെതിരെയുള്ള നിയമങ്ങൾ എന്തുകൊണ്ടും നല്ലതാണ്, വരണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. ആൾക്കൂട്ടാക്രമണങ്ങൾ കൂടി വരുന്ന സാഹചര്യത്തിൽ അതിനോടുള്ള യുവജനങ്ങളുടെ പ്രതികരണങ്ങളാണ് നാം കേട്ടത്. ഇതിനെതിരെ ശക്തമായ നിയമങ്ങൾ ഉണ്ടാകണമെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സമൂഹം ശക്തി പ്രാപിച്ചു വരുന്നു.
എന്നാൽ പോലീസിന്റെ കെടുകാര്യസ്ഥതയും നിയമവ്യവസ്ഥയുടെ അനാസ്ഥയുമാണ് ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് വഴിയൊരുക്കുന്നത്. ഭരണഘടന എല്ലാവർക്കും തുല്യ അവകാശമാണ് ഉറപ്പുവരുത്തുന്നത്. പോലീസ് ക്രമസമാധാനത്തിനും കോടതികൾ നിയമപാലകരുമായി നിലകൊള്ളുമ്പോൾ വ്യക്തിപരമായ താൽപ്പര്യങ്ങളുടെ പേരിൽ നിയമം കയ്യിലെടുക്കുന്നത് ശിക്ഷാർഹം തന്നെയാണ്.